സൗബിൻ ഷായന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ഇലവീഴ പൂഞ്ചിറയിലെ മധു. മധുവിന്റെ പ്രതികാരം പറയുന്ന സിനിമയാണ് ഇലവീഴ പൂഞ്ചിറ. ഇങ്ങനെയൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഓഡിയൻസിന് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1. എന്താണ് മധുവിന് സംഭവിച്ചത്? 2. ആരാണ് അതിന് കാരണക്കാരൻ? 3. മധു എങ്ങനെയാണ് ആളോട് പ്രതികാരം ചെയ്യുന്നത്? ഇതിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ സിനിമ മുഴുവൻ കാണണം. പക്ഷേ ഇലവീഴ പൂഞ്ചിറയുടെ ആദ്യ 15 മിനിറ്റിൽ തന്നെ ഈ 3 കാര്യങ്ങളിലേക്കുമുള്ള സൂചന നമുക്ക് തരുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യ സീൻ പടത്തിലെ 4-ാം മിനിറ്റ്. ഇലവീഴ പൂഞ്ചിറയ്ക്കുള്ള ബസ്സിലിരിക്കുന്ന മധു. ബസ്സിലേക്ക് വരുന്ന ഒരു ഗർഭിണിയായ സ്ത്രീയെ കണ്ട് കുറച്ച് അസ്വസ്ഥനായി മധു ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. അടുത്തത് പടത്തിന്റെ 8-ാം മിനിറ്റ്. ഹിൽ സ്റ്റേഷനിലോട്ട് കയറുന്നതിന് മുമ്പ് സാധനങ്ങൾ വാങ്ങിയ ശേഷം മധു കടക്കാരനോട് ചോദിക്കുന്ന ഈ ചോദ്യം. അടുത്തത് പടത്തിന്റെ 14-ാം മിനിറ്റ്. കാറിലൂടെ പോകുമ്പോൾ തന്റെ കാലിൽ കടിച്ച അട്ടയെ മധു സിഗരറ്റ് കൊണ്ട് കത്തിച്ചു കളയുന്നു. സിനിമ കണ്ടവർക്കറിയാം മധുവിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. മധുവിന്റെ സഹപ്രവർത്തനായ സുധിയും മധുവിന്റെ ഭാര്യയും തമ്മിൽ റിലേഷൻ ആവുന്നു. അവരുടെ ഈ ഒരു ബന്ധത്തിൽ മധുവിന്റെ ഭാര്യ പ്രഗ്നന്റ് ആവുന്നു. സുധി തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു. ഇതിന്റെ പ്രതികാരമായി ഭാര്യയുടെ വയറ്റിലുണ്ടായിരുന്ന ഭ്രൂണം സുധിയെ കൊണ്ട് കഴിപ്പിക്കാനാണ് മധു ഇലവീഴ പൂഞ്ചിറയ്ക്കുള്ള യാത്ര തിരിക്കുന്നത്. കയ്യിൽ ഭ്രൂണമുള്ളതുകൊണ്ടാണ് ഗർഭിണിയായ സ്ത്രീയെ കണ്ടതും മധു അസ്വസ്ഥനായി പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി 2-ാമത്തെ സീൻ. സുധി മുകളിലെത്തിയോ എന്നറിയാനാണ് മധുവിൻ്റെ ഈ ചോദ്യം. അവസാന സൂചന പ്രതികാരം. തൻ്റെ രക്തം കുടിച്ച അട്ടയെ മധു സിഗരറ്റ് കൊണ്ട് കത്തിച്ചു കളയാണ് ചെയ്തത്. അതേപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം കാരണക്കാരനായ സുധിയെയും അവസാനം മധു കത്തിച്ച് തന്നെയാണ് കളയുന്നത്. ഇലവീഴ പൂഞ്ചിറ ഒരു നല്ല സിനിമ ആയതുകൊണ്ട് തന്നെ ഓരോ തവണ കാണുമ്പോഴും ഇനിയും നമുക്ക് വായിച്ചെടുക്കാൻ പുതിയ കാര്യങ്ങളുണ്ടാവും. കുറച്ചും കൂടി ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഇതൊരു 2 പേരുടെ മലകയറ്റത്തിൻ്റെ സിനിമയാണ്. ഒന്ന് മധുവിൻ്റെയും മറ്റൊന്ന് സുധിയുടെയും. മധു വളരെയധികം ദുഃഖങ്ങളുടെയും വേദനയുടെയും മലയാണ് കയറുന്നത്. കുറച്ചെങ്കിലും ആശ്വാസത്തോടെ മധുവിന് ആ മല ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. 2-ാമത്തത് സുധി. അയാൾ ആ മല കയറുന്നത് അറിയുന്നില്ല. കാരണം അയാളുടെ ഭാവി വധുവുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ആ മല കയറുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് താൻ എത്ര വലിയ മലയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നത്. പിന്നീട് അവിടെ നിന്നൊരു ഇറക്കം അയാൾക്ക് സാധ്യമാവുന്നില്ല.